ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം ഇതിന് ഒരുപാട് സ്റ്റെപ്പൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായാലും മതി. അപ്പോൾ ഫ്രൂട്ട്സ് ഇല്ലാന്നുണ്ടെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ് ആ കസ്റ്റാർഡ് മാത്രമായിട്ട് കഴിക്കാനായിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ 500, അതായത് ഒരു 1/2 ലിറ്റർ പാലില്ല, അതിലും കുറച്ച് കുറവാണ്. അപ്പോൾ അത്രയും പാൽ ഞാനിവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായ ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് കുറച്ച് പാലിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ, അപ്പോൾ നിങ്ങൾ പാലിൻ്റെ അളവ് അനുസരിച്ചിട്ട് ഈ കസ്റ്റാർഡിൻ്റെ അളവ് കുറക്കൊക്കെ ചെയ്യാം. അങ്ങനെ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പാല് നല്ല രീതിയിൽ കട്ടയില്ലാണ്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചൂടായ പാലിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ അത് മുഴുവനായിട്ട് ഒഴിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ അളവിൽ. അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, വാനില എസൻസ് ഇല്ലെങ്കിൽ വേണ്ട. ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതൊന്ന് കുറുകി വരുന്നത് വരെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ ഒരുപാടൊന്നും കുറുക്കിയെടുക്കുന്നില്ല, കാരണം കുറച്ചൊരു കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പുഡിങ് രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാനിതാ കുറച്ചൊക്കെ ഒന്ന് കുറുകി വരുന്ന ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറിയ ശേഷം ഞാൻ അതിലേക്ക് എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണ് ഫ്രൂട്ട്സ് ഉള്ളത് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഉറുമാമ്പഴം, പിന്നെ നമ്മുടെ കറുത്ത മുന്തിരി, പച്ചമുന്തിരി, പിന്നെ ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് മുറിച്ചത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഫ്രൂട്ട്സായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈത്തപ്പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും മുറിച്ച് അതേപോലെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മുടെ കസ്കസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കണം. അപ്പോൾ ഇതാ ഇത്ര പണിയുള്ളൂ, നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും ട്രൈ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ചൂടത്തൊക്കെ നമ്മൾ ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കും കൂടിയാണ്. പിന്നെ നമ്മൾ വിരുന്നുകാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കും ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ആക്കിയ ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.